ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫോറിൻ വേർഡ്സ് ആണ്. ഇപ്പൊ PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ഫോറിൻ വേർഡ്സ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും നമ്മുടെ ഈ സെഷനിലേക്ക് സ്വാഗതം. ആദ്യത്തെ പോയിന്റ് ഇതാണ്, അൽ ഫ്രെസ്കോ. അൽ ഫ്രെസ്കോ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ ദി ഓപ്പൺ എയർ. അൽ ഫ്രെസ്കോ എന്ന് പറഞ്ഞാൽ ഇൻ ദി ഓപ്പൺ എയർ. നമ്മൾ ഫ്രഷ് എയർ എന്നൊക്കെ പറയില്ലേ, ഫ്രഷ് എയർ, അതേപോലെ ഫ്രെസ്കോ എയർ കേട്ടോ, ഇൻ ദ ഓപ്പൺ എയർ എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം. ഓക്കെ, അടുത്ത് നോക്കിയേ, മാഗ്നം ഓപ്പസ്. മാഗ്നം ഓപ്പസ് എന്ന് പറഞ്ഞാല് ഒരു ഗ്രേറ്റ് കോമ്പോസിഷൻ അല്ലെ, ഒരാളുടെ ഏറ്റവും വലിയൊരു നല്ലൊരു വർക്ക് അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ് കോമ്പോസിഷൻ ആണ് മാഗ്നം ഓപ്പസ്. മാഗ്നം ഓപ്പസ്. ഇനി അടുത്തത് മോഡസ് ഓപ്പറൻഡി. മോഡസ് ഓപ്പറൻഡി എന്ന് പറഞ്ഞാൽ എന്താ? ആ പേരിൽ തന്നെ കിട്ടുമല്ലോ, മോഡസ് ഓപ്പറൻഡി, മോഡ് ഓഫ് ഓപ്പറേഷൻ, എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയാ, മോഡസ് ഓപ്പറൻഡി. ഓക്കെ, നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ സാധനമൊക്കെ വാങ്ങിച്ചു കഴിയുമ്പോൾ അതിനകത്ത് ഒരു ബുക്ക്ലെറ്റ് പോലെയൊക്കെ കിട്ടില്ലേ, അപ്പൊ അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും അല്ലെ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം. അപ്പൊ അതേപോലെ മോഡസ് ഓപ്പറൻഡി എന്ന് പറഞ്ഞാൽ മോഡ് ഓഫ് ഓപ്പറേഷൻ. ഇനി ലോക്കസ് സ്റ്റാൻഡി എന്ന് പറഞ്ഞാൽ ദ റൈറ്റ് ടു ഇന്റർഫിയർ അല്ലെങ്കിൽ ദ റൈറ്റ് ടു അപ്പിയർ ഇൻ കോർട്ട്. കോർട്ടിൽ അപ്പിയർ ചെയ്യാനുള്ള ഒരാളുടെ റൈറ്റ് അല്ലെങ്കിൽ ഒരാളുടെ അവകാശത്തെയാണ് ലോക്കസ് സ്റ്റാൻഡി എന്നുള്ള രീതിയിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ലോക്കസ് സ്റ്റാൻഡി ഇറ്റ് മീൻസ് ദ റൈറ്റ് ടു ഇന്റർഫിയർ. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഓർക്കാം, ലോക്കൽ ആൾക്കാർ സ്റ്റാൻഡ് ചെയ്യുന്നത് കോർട്ടിലാണെന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം അല്ലെ. അപ്പൊ റൈറ്റ് ടു അപ്പിയർ ഇൻ കോർട്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ കോർട്ടിനെ അപ്രോച്ച് ചെയ്യും എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം. അപ്പൊ ലോക്കസ് സ്റ്റാൻഡി എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു അപ്പിയർ ഇൻ കോർട്ട് ആണ്. അടുത്തത് സ്റ്റാറ്റസ് ക്യൂവോ. സ്റ്റാറ്റസ് ക്യൂവോ എന്ന് പറഞ്ഞാൽ എന്താ? എക്സിസ്റ്റിംഗ് കണ്ടീഷൻ. നമ്മുടെ സ്റ്റാറ്റസ്, വാട്സാപ്പിലൊക്കെ നമ്മൾ സ്റ്റാറ്റസ് ഒക്കെ ഇടാറില്ലേ, അപ്പൊ നമ്മുടെ ഒരു കണ്ടീഷൻ അല്ലേ പറയുന്നത്. അപ്പൊ സ്റ്റാറ്റസ് ക്യൂവോ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എക്സിസ്റ്റിംഗ് കണ്ടീഷൻ. എക്സിസ്റ്റിംഗ് കണ്ടീഷൻ. അടുത്ത് നോക്കാം, വിസ് എ വിസ് എന്ന് പറഞ്ഞാൽ ഫേസ് ടു ഫേസ്. വിസ് എ വിസ് എന്ന് പറഞ്ഞാൽ ഫേസ് ടു ഫേസ് കേട്ടോ, ഫേസ് ടു ഫേസ്. ഇൻ ടോട്ടോ എന്ന് പറഞ്ഞാലോ, ഇൻ ടോട്ടോ, ടോട്ടൽ എന്നൊക്കെ പറയുന്ന പോലെ ഇൻ ടോട്ടോ എന്ന് പറഞ്ഞാൽ ആസ് എ ഹോൾ ആണ് കേട്ടോ. ഇൻ ടോട്ടോ എന്ന് പറഞ്ഞാൽ ആസ് എ ഹോൾ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും വരെ ഒന്നും കൂടെ നോക്കാം കേട്ടോ, ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. എല്ലാവരും ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവന്നേ. എൽ ഫ്രെസ്കോ, ഫ്രഷ് എയർ അല്ലെ. എൽ ഫ്രെസ്കോ എന്ന് പറഞ്ഞാൽ ഓപ്പൺ എയർ ആണ്. മാഗ്നം ഓപ്പസ് എന്താ? ഒരാളുടെ ഗ്രേറ്റ് വർക്ക് അല്ലെങ്കിൽ ഗ്രേറ്റ് കോമ്പോസിഷൻ ആണ് അല്ലെ. മോഡസ് ഓപ്പറൻഡി, മോഡ് ഓഫ് ഓപ്പറേഷൻ. ലോക്കസ് സ്റ്റാൻഡി, ലോക്കസ് സ്റ്റാൻഡി എവിടെ സ്റ്റാൻഡ് ചെയ്യുന്നേ? കോർട്ടിൽ അല്ലെ. അപ്പൊ റൈറ്റ് ടു ഇന്റർഫിയർ ഓർ റൈറ്റ് ടു അപ്പിയർ ഇൻ കോർട്ട്. സ്റ്റാറ്റസ് ക്യൂവോ, സ്റ്റാറ്റസ് എക്സിസ്റ്റിംഗ് കണ്ടീഷൻ അല്ലെ, സ്റ്റാറ്റസ് ആണ്. വിസ് എ വിസ് എന്ന് പറഞ്ഞാൽ ഫേസ് ടു ഫേസ്. വിസ് എ വിസ് എന്ന് പറഞ്ഞാൽ ഫേസ് ടു ഫേസ്. ഇൻ ടോട്ടോ എന്ന് പറഞ്ഞാലോ ആസ് എ ഹോൾ അല്ലെ, ടോട്ടൽ എന്നൊക്കെ പറയുന്ന പോലെ ഇൻ ടോട്ടോ ആസ് എ ഹോൾ. ഇത്രയും എല്ലാവർക്കും കിട്ടുന്നില്ലേ? എളുപ്പമല്ലേ? ഇനി അടുത്ത് നമുക്ക് നോക്കാം, അഡ് ഇൻഫിനിറ്റം. അഡ് ഇൻഫിനിറ്റം എന്ന് പറഞ്ഞാല് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി കേട്ടോ. അഡ് ഇൻഫിനിറ്റം എന്ന് പറഞ്ഞാല് ടു ഇൻഫിനിറ്റി. സബ്ജുഡൈസ്. സബ്ജുഡൈസ് എന്ന് പറഞ്ഞാൽ അണ്ടർ ജുഡീഷ്യൽ കൺസിഡറേഷൻ കേട്ടോ. സബ്ജുഡൈസ് എന്ന് പറഞ്ഞാൽ അണ്ടർ ജുഡീഷ്യൽ കൺസിഡറേഷൻ. എൻ മാസെ എന്ന് പറഞ്ഞാൽ ഓൾ ടുഗെദർ. നമ്മൾ മാസ് എന്നൊക്കെ പറയില്ലേ, മാസ് ഒരു ഗ്രൂപ്പ് അല്ലെ, ഒരു ഗ്രൂപ്പ് ഓഫ്, അതേപോലെ എല്ലാവരും കൂടിയിട്ടുള്ള ഓൾ ടുഗെദർ എന്നുള്ള മീനിങ് വരുന്ന ഫോറിൻ വേർഡ് ആണ് എൻ മാസെ കേട്ടോ. എൻ മാസെ എന്ന് പറഞ്ഞാൽ ഓൾ ടുഗെദർ. ഇനി എൻ റോട്ട്, ഇതിന്റെയൊക്കെ പ്രൊനൗൺസിയേഷൻ ചിലപ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടാവും കേട്ടോ, ഫോറിൻ വേർഡ് അല്ലേ. എൻ റോട്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഡ്യൂറിംഗ് ദി കോഴ്സ് ഓഫ് എ ജേർണി. നമ്മൾ പറയില്ലേ ഒരു യാത്ര പോകാനുള്ള ഒരു റൂട്ട് അല്ലെ, അപ്പൊ റൂട്ടായിട്ട് കണക്ട് ചെയ്യാം. എൻ റോട്ട് ഇറ്റ് മീൻസ് ഡ്യൂറിംഗ് ദി കോഴ്സ് ഓഫ് എ ജേർണി, ഡ്യൂറിംഗ് ദി കോഴ്സ് ഓഫ് എ ജേർണി. ഇംപാസ് എന്ന് പറഞ്ഞാലോ ഡെഡ് ലോക്ക് ആണ്. അതായത് അവിടെ വെച്ച് അവസാനിച്ചേക്കാണ്, ഡെഡ് ലോക്ക്. നമ്മൾ പറയില്ലേ ഡെഡ് എൻഡ് എന്നൊക്കെ പറയില്ലേ, വഴിയുടെ ഒക്കെ അവസാനം എത്തി അല്ലെ, ഡെഡ് എൻഡ് എന്നൊക്കെ പറയുന്ന പോലെ ഡെഡ് ലോക്ക്. അപ്പൊ ഇനി പാസേജ് ഇല്ല എന്ന് ഓർക്കാം, ഇനി പാസ് ചെയ്യാൻ പറ്റില്ല, ഡെഡ് ലോക്ക് ആയി എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം. ഇംപാസെ എന്ന് പറഞ്ഞാൽ ഡെഡ് ലോക്ക്. ഇനി നോക്കിയേ, ഡിഫാക്റ്റോ. ഡിഫാക്റ്റോ എന്ന് പറഞ്ഞാൽ ഇൻഫാക്റ്റ് ആണ്. ഓക്കെ, ഡിഫാക്റ്റോ എന്ന് പറഞ്ഞാൽ ഇൻഫാക്റ്റ്, ഡിഫാക്റ്റോ ഇൻഫാക്റ്റ്. അപ്പൊ ഒന്നും കൂടെ നമുക്ക് നോക്കാം, എന്തൊക്കെയാ നമ്മൾ പറഞ്ഞേ. ഇൻ ടോട്ടോ എന്ന് പറഞ്ഞാൽ ആസ് എ ഹോൾ ആണ് അല്ലെ. അറ്റ് ഇൻഫിനിറ്റം ടു ഇൻഫിനിറ്റി. സബ്ജുഡൈസ് അണ്ടർ ജുഡീഷ്യൽ കൺസിഡറേഷൻ, സബ്ജുഡൈസ് അണ്ടർ ജുഡീഷ്യൽ കൺസിഡറേഷൻ. എൻ മാസെ ഓൾ ടുഗെദർ. എൻ റൂട്ട് അപ്പൊ ജേർണിയിലേക്ക് അല്ലെ, ഡ്യൂറിംഗ് ദി കോഴ്സ് ഓഫ് എ ജേർണി. ഇംപാസെ പാസ് ചെയ്യാൻ പറ്റില്ല, അപ്പൊ ഡെഡ് ലോക്ക് ആയി അല്ലെ, ഇംപാസെ ഡെഡ് ലോക്ക്. ഡിഫാക്റ്റോ ഇൻഫാക്റ്റ് ആണ് ഡിഫാക്റ്റോ. ഓക്കെ, ഇനി അടുത്ത സെറ്റ് ഓഫ് വേർഡ്സ് നമുക്ക് നോക്കാം. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ, മറക്കല്ലേ. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അടുത്തത് ഓ ഫെയ്റ്റ്. ഓ ഫെയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ?
ഹാവിങ് എ ഗുഡ് ഓർ ഡീറ്റെയിൽ നോളേജ് ഓക്കെ ഓഫ് സംതിങ്. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നല്ല നോളേജോ അല്ലെങ്കിൽ നല്ല അറിവുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? ഓഫ് ഫെയ്റ്റ് എന്ന് പറയും കേട്ടോ. ഓഫ് ഫെയ്റ്റ്, ഹാവിങ് എ ഗുഡ് ഓർ ഡീറ്റെയിൽ നോളേജ് ഓഫ് സംതിങ്. ഓക്കെ, ഓഫ് സംതിങ്. ഇനി അബ് ഇനീഷ്യോ എന്ന് പറഞ്ഞാലോ? ഇനീഷ്യൽ എന്നൊക്കെ പറഞ്ഞാൽ തുടക്കം അല്ലെ? ഫ്രം ദ ബിഗിനിങ്. അബ് ഇനീഷ്യോ എന്ന് പറഞ്ഞാൽ ഫ്രം ദ ബിഗിനിങ്. എഡ്ഹോക് കമ്മിറ്റി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട്. എഡ്ഹോക് എന്ന് പറഞ്ഞാൽ ഫോർ എ സ്പെഷ്യൽ പർപ്പസ്. എഡ്ഹോക് എന്ന് പറഞ്ഞാൽ ഫോർ എ സ്പെഷ്യൽ പർപ്പസ് ആണ്. ബോണോഫൈഡ് എന്ന് പറഞ്ഞാലോ? ഗുഡ് ഫെയ്ത്ത് ആണ് അല്ലെ? ഗുഡ് ഫെയ്ത്ത് ആണ് ബോണോഫൈഡ്. അപ്പൊ ബോണോഫൈഡിന്റെ ആന്റണിം എന്തായിരുന്നു? നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മെലഫൈഡ് അല്ലെ? മെലഫൈഡ്. മെല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിനെ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ എടുക്കാം കേട്ടോ. ബാഡ് ഫെയ്ത്ത് എന്നുള്ള ഒരു മീനിങ് ആണ് മെലഫൈഡ്. നമ്മൾ ഈ മാൽ പ്രാക്ടീസ് എന്നൊക്കെ പറയുന്ന പോലെ കേട്ടോ. അപ്പൊ മെലഫൈഡ് എന്ന് പറഞ്ഞാൽ ബാഡ് ഫെയ്ത്ത് ആണ്. അപ്പൊ ബോണോഫൈഡ് ഇറ്റ് ഇസ് ഗുഡ് ഫെയ്ത്ത്. ഇനി പ്രൈമ ഫാസി എന്ന് പറഞ്ഞാലോ? പ്രൈമ ഫാസി അറ്റ് ഫസ്റ്റ് സൈറ്റ്. പ്രഥമ ദൃഷ്ട്യ എന്നൊക്കെ പറയുന്ന പോലെ പ്രൈമ ഫാസി എന്ന് പറഞ്ഞാൽ അറ്റ് ഫസ്റ്റ് സൈറ്റ്. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ നോക്കിയ വാക്കുകൾ എന്തൊക്കെയായിരുന്നു? ഡി ഫാക്ടോ എന്ന് പറഞ്ഞാൽ ഇൻഫാക്റ്റ് ആണ്. ഓ ഫെയ്റ്റ് എന്ന് പറഞ്ഞാലോ? നല്ല അറിവുള്ള അല്ലെങ്കിൽ നല്ല നോളേജ് ഉള്ള, എന്തിനെങ്കിലൊക്കെ കുറിച്ച് നല്ല നോളേജ് ഉള്ള അല്ലെ? അപ്പൊ ഇനീഷ്യൽ, അപ്പൊ ഫ്രം ദ ബിഗിനിങ്. അഡ്ഹോക് എന്ന് പറഞ്ഞാൽ ഫോർ എ സ്പെഷ്യൽ പർപ്പസ്. ബോണോഫൈഡ് ഗുഡ് ഫെയ്ത്ത്. പ്രൈമ ഫാസി അറ്റ് ഫസ്റ്റ് സൈറ്റ് അല്ലെ? അറ്റ് ഫസ്റ്റ് സൈറ്റ്. ഇനി അടുത്ത് നോക്കാം വോക്സ് പോപ്പുലി. വോക്സ് പോപ്പുലി എന്ന് പറഞ്ഞാൽ വോയിസ് ഓഫ് പീപ്പിൾ ആണ്. ജനങ്ങളുടെ ശബ്ദം. അപ്പൊ വോക്സ് എന്ന് പറയുമ്പോൾ തന്നെ വോയിസ് പോപ്പുലേഷന്റെ അല്ലെ? പീപ്പിളിന്റെ. അപ്പോ വോയിസ് ഓഫ് പീപ്പിൾ ആണ് വോക്സ് പോപ്പുലൈ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ മെജോറിറ്റിയുടെ വോയിസ് എന്നൊക്കെ പറയില്ലേ? മെജോറിറ്റിയുടെ വോയിസ് എന്നൊക്കെ മീനിങ് വരുന്നുണ്ട് കേട്ടോ വോക്സ് പോപ്പുലൈ. ഇനി എക്സ് ഒഫീഷ്യോ എന്ന് പറഞ്ഞാലോ? എക്സ് ഒഫീഷ്യോ ബൈ വെർച്യൂ ഓഫ് ഓഫീസ്. ഓക്കെ, ബൈ വെർച്യൂ ഓഫ് ഓഫീസ് ആണ് എക്സ് ഒഫീഷ്യോ. എക്സ് ഒഫീഷ്യോ എന്ന് പറഞ്ഞാൽ ബൈ വെർച്യൂ ഓഫ് ഓഫീസ്. സിനാഡൈ എന്ന് പറഞ്ഞാൽ ഇൻഡെഫിനിറ്റ്ലി ആണ്. അതായത് ഇപ്പൊ ഒരു കോടതിയിലൊക്കെ നമ്മൾ പറയണം, ഇപ്പൊ ഒരു കേസ് മാറ്റിവെച്ചു, എന്നത്തേക്ക് മാറ്റിവെച്ചു എന്നൊന്നും പറയാത്ത ഒരു അവസ്ഥ. മനസ്സിലായോ? അതായത് എന്നത്തേക്ക് മാറ്റി, ഒരു ഇൻഡെഫിനറ്റ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? സിനാഡൈ എന്ന് പറയാ കേട്ടോ. ഓക്കെ, സിനാഡൈ എന്ന് പറഞ്ഞാൽ ഇൻഡെഫിനറ്റ്ലി. അൽമ മാറ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ? നമ്മൾ പഠിച്ചിട്ടുള്ള സ്കൂളോ യൂണിവേഴ്സിറ്റിയോ കോളേജിനെയൊക്കെയാണ് നമ്മൾ അൽമ മാറ്റർ എന്ന് പറയാ കേട്ടോ. അപ്പൊ വോക്സ് പോപ്പുലൈ വോയിസ് ഓഫ് പീപ്പിൾ, എക്സ് ഒഫീഷ്യോ ബൈ വെർച്യൂ ഓഫ് ഓഫീസ്, സിനാഡൈ ഇൻഡെഫിനറ്റ്ലി, അൽമ മാറ്റർ ദ യൂണിവേഴ്സിറ്റി സ്കൂൾ ഓർ കോളേജ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത്. ഇനി നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, ക്ലാസ് കാണുന്ന എല്ലാവരും കമന്റ് ചെയ്യാൻ മറക്കല്ലേ. വിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും കമന്റ് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ ഇന്ന് പഠിപ്പിച്ചിട്ടുള്ള ഇത്രയും ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് നമ്മുടെ ഈ ചാനലിനെ കുറിച്ച് പറയാനും മറക്കണ്ട കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. എല്ലാവർക്കും ബൈ.